ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നും വീട്ടുപണികൾ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ചെന്നൈയിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 10 വർഷത്തോളമായി. അപ്പോൾ ഈ ഒരു 10 വർഷത്തിനുള്ളിൽ ഞാനിവിടെ നിന്ന് എന്തൊക്കെയാണ് ലൈഫിൽ പഠിച്ചിട്ടുള്ളത്, എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടു നോക്കൂ. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടി വരും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ എത്ര പോയിന്റ്സ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹൈ പോയിന്റ്സ് കയറുന്നതിനനുസരിച്ച് നമ്മുടെ ചാനൽ കൂടുതൽ ആളുകളിലേക്ക് സജഷനിൽ പോവുകയും ഒരുപാട് ആളുകൾ കാണുകയും അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ വലുതാവുകയും ചെയ്യും. ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതുപോലെ ഹൈപ്പ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. നിങ്ങളൊക്കെ ഹൈപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇത്രയും നന്നായി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഒക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്. അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഈ റീസെൻ്റായിട്ട് എനിക്ക് ഒരുപാട് നല്ല നല്ല കമൻസാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നറിഞ്ഞതിലും നമ്മുടെ വീഡിയോസ് ഒരുപാട് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നറിഞ്ഞതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. ശരിക്കും ഞാൻ കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെയ്യുന്ന ഒരാളല്ല. ഓരോ വീഡിയോയും ആത്മാർത്ഥമായിട്ട് ഷൂട്ട് ചെയ്ത് അതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത് അതുപോലെ നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആവുന്ന രീതിയിൽ മാത്രമാണ് നിങ്ങളിലേക്ക് ഞാൻ ഓരോ വീഡിയോയും എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറകിലിടുന്ന എഫേർട്ട് എന്ന് പറയുന്നത് അത്രയ്ക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതൊക്കെ മനസ്സിലാക്കി എനിക്ക് തരുന്ന ഒരു കമൻറ്റ് കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് ഒരു റിസൾട്ട് കിട്ടി തുടങ്ങി എന്ന് അറിഞ്ഞപ്പോഴുണ്ടായ ഒരു സന്തോഷമാണ് കേട്ടോ. കുറേ പേര് എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. എൻ്റെ അനിയത്തിമാരാണ് കുറേ പേര്. അതുപോലെ തന്നെ എന്നെ ഒരു സുഹൃത്തായിട്ട് കാണുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ ഒരു അനിയത്തിയായിട്ട് എന്നെ കാണുന്ന കുറേ ചേച്ചിമാരുണ്ട്, കുറേ അമ്മമാരുണ്ട്. അപ്പം അങ്ങനെ കുറേ നല്ല ഹൃദയമുള്ള കുറേ നല്ല മനുഷ്യർക്കിടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നിങ്ങൾ ഓരോരുത്തരും തരുന്ന ഈ സപ്പോർട്ട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കേട്ടോ. നിങ്ങളുടെ ഓരോ കമൻസ് വായിക്കുമ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനും കമൻസൊക്കെ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. നിങ്ങൾ കമൻസ് ഇടുമ്പോഴാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ടും ഒരു മോട്ടിവേഷൻ കിട്ടുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഉപകാരപ്പെടുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു 2-3 ആഴ്ച കൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഐഡിയിൽ നിന്ന് കമൻസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ ഐശ്വര്യ എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ അവരിങ്ങനെ മുന്നേ ചെന്നൈയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലോട്ട് മാറി. അപ്പോൾ ഇവിടെ ചെന്നൈയിൽ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നെന്നും ഇവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റവും രീതികളും ഒക്കെ അവർക്ക് ഒത്തിരി മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ കിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ചാനലിൽ മെജോറിറ്റി ആൾക്കാരും ചെന്നൈയിൽ ഒന്നെങ്കിൽ താമസിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യത്തിന് വന്ന് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഇവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. പിന്നെ ആ കുട്ടി ഇട്ടിരുന്ന കമൻറ്റ് ഞാൻ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം. വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. കാരണം നമ്മുടെ ഈ ഒരു ചെന്നൈ നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പിടി നല്ല ഓർമ്മകളുമായിട്ട് മാത്രമേ തിരിച്ചു പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് എനിക്ക് 100% ഉറപ്പ് തരാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു കൾച്ചറേ അല്ല ഇവിടെ തമിഴ്നാട്ടിലുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനം ആയിരുന്നിട്ട് പോലും നമ്മുടെ രീതികളും കൾച്ചറുമായിട്ടൊക്കെ ഏകദേശം കുറേ സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ ആളുകളുടെ പെരുമാറ്റം എന്ന് പറയുന്നത് അത് നമുക്ക് ഇവിടെ വന്ന് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ എനിക്ക് ശരിക്കും ഈ തമിഴ്നാടുമായിട്ടോ ചെന്നൈ ആയിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ്. എപ്പോഴോ കുഞ്ഞുനാളിലെ ആഗ്രഹിച്ചിരുന്നു എനിക്ക് നമ്മുടെ നാട് വിട്ട് പുറത്തു പോയി കല്യാണം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുനാളിലല്ല കോളേജ് ടൈമിലൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ ഒരു അതൊരു വിഷ്വലൈസേഷൻ ആണെന്ന് പറയാം. അതിൻ്റെയൊക്കെ പേര് വിഷ്വലൈസേഷൻ ആണെന്നും മാനിഫെസ്റ്റേഷൻ ആണെന്നൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം ഈശ്വരൻ എനിക്ക് സാധിച്ചു തരികയാണ് ചെയ്തത്. ഞങ്ങളുടേത് പക്ക അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഹസ്ബൻഡൊക്കെ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെയാണ്. ഹസ്ബൻഡിൻ്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് സെറ്റിലായ ഒരാളാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ നാട്ടിൽ ഉള്ളവർ തന്നെയാണ്. പക്ഷേ നാട്ടിൽ ഇവർക്ക് വീടില്ല. ഇവിടെ
ഇവിടെയാണ് ഇവർ സെറ്റിൽഡ് ആയിരിക്കുന്നത്. ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും കൂടി എടുത്ത് പറഞ്ഞത് പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നവർ ഒരുപാട് പേര് കമൻസിൽ ചോദിക്കുന്നുണ്ട് എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ അവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പഴയ ആളുകൾക്ക് ഓൾറെഡി അറിയാവുന്നുള്ളതാണ്, നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ സോറി. അപ്പോൾ പുതിയ ആൾക്കാർക്കും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഞാനും ഒരുപാട് പ്രതീക്ഷകളോടെയൊക്കെ തന്നെയാണ് വന്നത്. പക്ഷെ എന്നാലും ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ആവത്തില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേയും, ഹസ്ബൻഡിൻ്റെ അമ്മ അപ്രതീക്ഷിതമായാണ് മരണപ്പെട്ടത്. അതോടുകൂടി നമ്മൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ രീതിക്ക് നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതം പോകുന്ന വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജീവിക്കാനായിട്ട് വന്നവളാണ് ഞാൻ. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു അമ്മ ഇല്ലാത്തതിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിരുന്നു. അമ്മ ഇല്ലാത്തതിൻ്റെ ഒരുപാട് വിഷമങ്ങൾ. കാരണം ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി കുടുംബം നടത്തുക എന്ന് പറയുന്നത് അതൊരു ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. അന്ന് എനിക്ക് 23 വയസ്സാണ് ഉണ്ടായിരുന്നത് കല്യാണം കഴിഞ്ഞ സമയത്ത്. അപ്പോൾ ഒന്നും അറിയാത്തൊരു പ്രായത്തിലാണ് കോളേജൊക്കെ കഴിഞ്ഞ് 1 വർഷമൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്രന്റീഷിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു എൻ്റെ മാരേജ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് അത്രത്തോളം ഒരു എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. പടിപടിയായിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ പഠിച്ചെടുക്കുകയാണ് ചെയ്തത്. ഹസ്ബൻഡിൻ്റെ അച്ഛനാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെ നമ്മളെ വഴക്ക് പറയുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പം ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പോലൊരു അവസ്ഥയായി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ചേർന്നിരിക്കുന്ന വീട്ടിലെ ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റിയെക്കുറിച്ച് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു നട്ടല് പോലെയാണ് കേട്ടോ ആൻറ്റി ഇല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇപ്പോൾ നിങ്ങളോട് ഇങ്ങനെ നിന്ന് സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. കാരണം അത്രമാത്രം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ആളാണ് ആൻറ്റി. അവർ തമിഴ് ആൾക്കാരാണ്. പക്ഷേ എന്നാൽ പോലും ഇന്ന് വരെയും എന്നോട് അങ്ങനെ ഒരു വേർതിരിവോ അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്നുള്ള ഒരാളാണെന്നോ അങ്ങനെ ഒന്നും എന്നോട് കാണിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അവർക്ക് കേരള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പൊതുവേ തമിഴ് ആൾക്കാർക്ക്. പിന്നെ അവരുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് സ്നേഹിക്കുകയും അതുപോലെ തന്നെ നമ്മളെ അതുപോലെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെയുള്ള ആളുകൾക്ക് അങ്ങനെ വലിപ്പ ചെറുപ്പമോ അല്ലെങ്കിൽ പ്രായ വ്യത്യാസമോ ഒന്നും ഇല്ല കേട്ടോ. നമ്മളെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് തരുന്ന ആൾക്കാരാണ് തമിഴ്നാട്ടിലുള്ള ആൾക്കാർ. അത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഇവിടെ താമസിക്കുന്നവർക്ക് അറിയാമായിരിക്കാം. പിന്നെ അഫ്കോഴ്സ് എല്ലാ നാടുകളിലും മോശപ്പെട്ട ആൾക്കാരും നല്ല ആൾക്കാരും ഉണ്ട്. നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ നമ്മൾ നല്ല ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ അടുത്ത് എത്തുന്നതും നല്ല ആൾക്കാരായിരിക്കുമെന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ പഠിച്ചത്. അതെൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചൊരു അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ഈ എൻ്റെ ലൈഫ് ഇത്രയും നല്ലതായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് ആൻറ്റിയുടെ കുറേ നല്ല ഉപദേശങ്ങളും ഞാൻ തളർന്നു പോയ സമയത്തൊക്കെ എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരാളാണ് ആൻറ്റി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഞാനൊരു Q&A വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് രമ്യയാണ് ചോദിച്ചത്, നൈബേഴ്സുമായിട്ടൊന്നും അങ്ങനെ സംസാരിക്കാറില്ലേ, മറ്റു വീടുകളിലൊന്നും പോകാറില്ലേ എന്ന്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതൊരു മെട്രോ സിറ്റി ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ചെന്നൈയിലൊരു പ്രത്യേകത, ചെന്നൈ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാ ഭാഷകളും സംസാരിക്കുന്ന ആൾക്കാരും കാണും. അങ്ങനെ മലയാളീസോ അല്ലെങ്കിൽ തമിഴ് ആൾക്കാരോ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. പലരും ജോലിയുടെ ആവശ്യത്തിന് വന്നവരോ അല്ലെങ്കിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പല ഭാഷകൾ സംസാരിക്കുന്നുണ്ടെങ്കിലും അവർ അങ്ങനെ ആവശ്യമില്ലാതെ വീടുകളിലേക്ക് കയറി വരികയോ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഇരുന്ന് ഗോസിപ്പ് പറയുകയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇവിടെ കാണാനായിട്ട് പറ്റത്തില്ല. എല്ലാവരും അവരവരുടെ വീട്ടിലിരുന്ന് കൊണ്ട് നമ്മളോട് സംസാരിക്കുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ഭയങ്കരമായിട്ട് വരവും പോക്കും അങ്ങനെയൊന്നുമില്ല എന്ന് കരുതി അവർക്കൊന്നും നമ്മളോട് ഒരു സ്നേഹക്കുറവും കാണത്തില്ല കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം അങ്ങനെ ഇപ്പം എപ്പോഴും വന്നു പോയാൽ മാത്രമേ ആ ഒരു ബന്ധം നിലനിൽക്കുള്ളൂ അങ്ങനെയൊന്നും ഇല്ലയെന്ന് എന്നെ പഠിപ്പിച്ചൊരു നഗരം കൂടിയാണിത്. കാരണം അത്രയ്ക്കും എനിക്ക് അത് ഹാർട്ടിൽ ടച്ചായൊരു കാര്യമാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിലും നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി നമ്മളടുത്ത് വരും. എൻ്റെയൊക്കെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ആമിയം 7 മാസം ആയപ്പോഴത്തേക്കും C-സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നതാണ്. എൻ്റെ അമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്നൊരു ധൈര്യം അടുത്ത വീട്ടിലെ ആൻറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമായിരുന്നു. അത്രയ്ക്കും ഭയങ്കരമായിട്ട് നമ്മളെ അവർ കെയർ ചെയ്യുമെന്നറിയാം. പക്ഷെ എന്ന് കരുതി എപ്പോഴും നമ്മുടെ വീട്ടിൽ വരികയോ അങ്ങനെ
എപ്പോഴും സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഒരു ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഓടിയെത്തും. അതുപോലെ നമുക്കൊരു ധൈര്യമാണ് തൊട്ടടുത്തുള്ള ആൾക്കാർ എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. അന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ ഇത്രയും വീടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കാണ് വീടുകൾ ഒരുപാട് വന്നത്. ഇപ്പോഴാണ് ഇത്രയും വീടുകൾ നമ്മുടെ ഈ ഒരു സ്ട്രീറ്റിൽ വന്നു തുടങ്ങിയത്. പിന്നെ ഞാൻ ഈ നഗരത്തിൽ ഏറ്റവും കണ്ടൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ മിനിറ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. വളരെ വേഗത്തിലാണ് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ. നാട്ടിലത്തെ പോലെയല്ല, നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴായിരിക്കും ഓരോ സ്ഥലങ്ങളും സെയിലാവുന്നതും വീടുകൾ വരുന്നതും. ഞാൻ ഇതിന് മുന്നത്തെ എൻ്റെ പഴയ വ്ളോഗ്സൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം. നമ്മുടെ ടെറസിൻ്റെ മേലെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ എംപ്റ്റി സ്പേസുകളാണ് മിക്കതും. അപ്പോൾ ഓരോ വർഷം 1-2 വീടുകൾ വെച്ചെങ്കിലും വരാറുണ്ട്. ഇപ്പോൾ അതേ തൊട്ട് പുറകിലായിട്ട് നമുക്കൊരു ഫ്ലാറ്റ് വരുന്നുണ്ട്, അപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എത്രയും പെട്ടെന്നുള്ള ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും ഇവിടെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സൊക്കെ വന്നപ്പോഴൊക്കെ എൻ്റെ അടുത്ത് ഒരിക്കൽ ചോദിച്ച കാര്യമാണ്, ഇവിടെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, ബോറടിക്കത്തില്ലേ, ആരുമായിട്ടും ഒരു ബന്ധമില്ലാതെയല്ലേ ജീവിക്കുന്നത്, വിഷമമൊന്നും ഇല്ലേന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷമം എനിക്ക് തോന്നിയിട്ടേ ഇല്ല കേട്ടോ. സത്യമായിട്ട് പറയുന്ന കാര്യമാണ്. ഒരുപക്ഷെ എൻ്റെ ഹസ്ബൻഡ് അത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, എൻ്റെ ഫാമിലി മൊത്തം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും എനിക്കൊരു ആത്മധൈര്യമാണ്, എന്തും നേരിടാൻ പറ്റും എന്നുള്ളത്. അതൊരു ഓവർ കോൺഫിഡൻസ് അല്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളർന്ന രീതി അങ്ങനെയാണ്. ഞാൻ ഹോസ്റ്റലൊക്കെ നിന്ന് പഠിച്ച കാരണം കൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ പ്രശ്നമില്ല. അതിനുള്ള ട്രെയിനിങ് ഒക്കെ വീട്ടിൽ നിന്ന് എനിക്ക് തന്നതിനാണ് വിട്ടേക്കുന്നത്. ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു വിഷമമേ എനിക്കില്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ വീഡിയോകളിലൂടെ പലരും പറഞ്ഞിട്ടുള്ളതാണ്, അതിരെ പോലെയാണ് ഞാനും അല്ലെങ്കിൽ നിങ്ങളും എന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്യാരക്ടറുള്ള ഒരുപാട് പേര് നമ്മുടെ ഈ ചാനലിൽ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് കൂടുതൽ കണക്റ്റഡ് ആവുമെന്ന്. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കാനും നമ്മളെ എക്സ്പ്ലോർ ചെയ്യാനും നമ്മൾ എന്താണെന്ന് തിരിച്ചറിയാനും നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് കേട്ടോ. എനിക്ക് ശരിക്കും ഉണ്ടെങ്കിൽ ചുറ്റും ഒരുപാട് ആളുകൾ ഉള്ളത് എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യം കൂടിയാണ്. എനിക്ക് അങ്ങനെ ഭയങ്കര ബഹളമോ അതൊന്നും എനിക്ക് ഒരുപാട് ഇഷ്ടമില്ലാത്തൊരാളും കൂടിയാണ്. എനിക്കതൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് മാക്സിമം സൈലൻ്റായിട്ട് ഇരിക്കാനും സൈലൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെയുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈക്വലായിട്ടുള്ള എൻ്റെ ക്യാരക്ടറിന് പറ്റിയൊരു ലൈഫ് പാർട്ട്ണറെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു വിഷമം ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞാനിതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ചെന്നൈയിൽ നിന്ന് ഞാൻ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണെന്ന്. എനിക്ക് സത്യമായിട്ടും എനിക്ക് ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും നെഞ്ചൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കും, ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ എപ്പോഴും നാട്ടിൽ പോകുന്നതിന്. അപ്പോൾ അത് ഞാനൊരിക്കൽ ഈ ലാസ്റ്റായിട്ട് നാട്ടിൽ പോയപ്പോഴത്തേക്ക് ഈ ഒരു കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നതാണ്, അച്ഛനും അമ്മയും ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ, എന്നിട്ട് ഇങ്ങനെയാണോ പറയേണ്ടതെന്ന്. ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല അത് ഉദ്ദേശിച്ച് പറഞ്ഞത്. പക്ഷേ എനിക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും കേരളത്തിന് പുറത്ത് പോയി ജീവിച്ച് തുടങ്ങി ഇതുപോലെ ഇങ്ങനെ ജീവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നാട് മിസ് ചെയ്യത്തില്ല കേട്ടോ. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് പേരെങ്കിലും അങ്ങനെയൊക്കെ കാണുമായിരിക്കും. ഇപ്പോൾ പുറത്ത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. എല്ലാവരും എന്നെ പോലെ ആവണമെന്നില്ലല്ലോ. ഒരുപാട് പേർക്ക് നാട്ടിൽ പോയി നിൽക്കാനും അങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ ഇഷ്ടം. പക്ഷേ എൻ്റെ കാര്യം എന്ന് പറയുന്നത് വളരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനോടും അമ്മയോടും സ്നേഹക്കുറവുണ്ടോ അല്ലെങ്കിൽ നാട്ടുകാരെയൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്. ചെന്നൈ എന്ന നഗരം എന്നെ അത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഈ ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വിഷമിക്കേണ്ടി വരത്തില്ല. ഇവിടുത്തെ ആൾക്കാർ അതിഥികളെ സ്വീകരിക്കുന്ന ഒരു രീതിയും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ തമിഴ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ മലയാളമാണ് സംസാരിച്ചാൽ പോലും അവർക്കത് മനസ്സിലാവും. പിന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ പുരുഷന്മാർ സ്ത്രീകളോട് ഭയങ്കര ബഹുമാനമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ഒരു സാധനം മേടിക്കാൻ ചെന്നാൽ പോലും അവർ നമ്മളോട് അമ്മ എന്ന് വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. അല്ലാതെ നമ്മളോട് അങ്ങനെ റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ അവർ സംസാരിക്കത്തേ ഇല്ല. അമ്മ എന്ന് വിളിച്ചിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. ശരിക്കും എനിക്ക് നാട്ടിൽ വരുമ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പിന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു സിറ്റിയും കൂടെയാണ് നമ്മുടെ ചെന്നൈ. സ്ത്രീകൾക്ക് എത്ര രാത്രി വേണമെങ്കിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റിയൊരു സിറ്റിയാണ്. പിന്നെ അതും മാത്രമല്ല, ഇവിടുത്തെ ഒരു കൾച്ചർ നിങ്ങൾക്ക് അറിയാമല്ലോ, സന്തോഷം തരുന്ന സെലിബ്രേഷൻസ് ആണ് ഇവിടുത്തെ. പൊങ്കലാണെങ്കിലും ദീപാവലി ആണെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സറിയാതെ ഒന്ന് തുള്ളിപ്പോവും. അങ്ങനത്തെ ഒരു പ്രത്യേകത തരം ഒരു കൾച്ചറാണ് ഇവർക്കുള്ളത്. നമ്മളറിയാതെ ഈ ഒരു കൾച്ചറിനോട്ട് അലിഞ്ഞ് ചേരും കേട്ടോ. ഞാൻ അങ്ങനെയാണ്, എനിക്കതൊക്കെ ഇഷ്ടമാണ്. എൻ്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാമായിരിക്കും. ഞാൻ
നമ്മുടെ ഓണം മാത്രമല്ല ആഘോഷിക്കാറുള്ളത്. ഇനിയിപ്പോൾ ദേ അടുത്ത ആഴ്ച വിനായക ചതുർത്ഥിയുടെ വ്ളോഗൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ആഘോഷിക്കും നമ്മൾ. ഇന്നാണ് വിനായക ചതുർത്ഥി, അത് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏത് നാട്ടിൽ പോയാലും അവരുടെ കൾച്ചറും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ഇതുപോലെ പുറം രാജ്യത്തൊക്കെ അല്ലെങ്കിൽ പുറം നാട്ടിലൊക്കെ നമ്മൾ താമസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഈഗോയോ കാര്യങ്ങളൊന്നും വരത്തില്ല കേട്ടോ. എല്ലാവരും ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മളിവിടെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും ആൾക്കാർ ഇല്ല. കാരണം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കിയേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ പുറത്തോട്ടൊന്ന് ഇറങ്ങി ഒരു സഹായം ചോദിച്ചാൽ എല്ലാവരും നമുക്ക് ചുറ്റും വന്ന് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെ ജീവിതം ഒരുപാട് പഠിപ്പിക്കുന്ന ഒരു സിറ്റിയും കൂടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ചെന്നൈയെക്കുറിച്ച് പറയാനുള്ളത്. അത്രയ്ക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആമിയൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അവിടെ ഇങ്ങനെ അറിയാൻ മേലാത്ത ആൾക്കാരൊക്കെ വന്നിരിക്കും. അപ്പോൾ അവരൊക്കെ നല്ല സ്നേഹത്തോടെയാണ് വന്ന് സംസാരിക്കുന്നത്. പിന്നെ മെഡിസിൻസ് ഒക്കെ എന്തെങ്കിലും വീട്ടുവൈദ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. ഇപ്പോൾ ലേഡീസ് ആണെങ്കിലും ഒക്കെ നമ്മളോട് ഭയങ്കര സ്നേഹത്തിലാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിൽ എത്ര പേരാണ് ഇവിടെ ചെന്നൈയിലുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല. ഉള്ളവരെല്ലാവരും എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടെ. എനിക്കൊന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇന്നത്തെ ദിവസം നമ്മളൊന്ന് രാവിലെ നടക്കാനൊക്കെ പോയിരുന്നു. പോയിട്ട് വരുന്ന വഴിക്ക് ഇതുപോലെ മീൻ മേടിച്ചുകൊണ്ടാണ് വന്നത്. കട്ട്ല എന്ന് പറഞ്ഞിട്ടൊരു മീനാണ് മേടിച്ചത് കേട്ടോ. ഇത് വെസ്റ്റ് ബംഗാളിൽ കുറച്ച് ഫേമസ് ആണ്. ഇത് ആറ്റുമീൻ പോലത്തെ മീനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പം ഞാനിവിടുത്തെ ചെന്നൈ സ്റ്റൈലിലാണ് കറി വെച്ചത്. ഞാൻ ഈ സംസാരിക്കുന്നതിനിടയിൽ റെസിപ്പി കാണിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ രാവിലെ തന്നെ തോരനും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും രസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആമിക്ക് കൊടുത്തു വിടാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചതുകൊണ്ട് എന്തായാലും മീൻ ഇങ്ങനെ കഴിക്കണമെന്ന് പെട്ടെന്ന് തോന്നിയുകൊണ്ട് മേടിച്ചതാണ്. ഞാൻ മീൻ വറുത്തെടുത്തേക്കുന്നത് നമ്മുടെ ഒരു ഇൻഡസ് വാലിയുടെ ഫ്രൈ പാനിലാണ്, അയൺ ഫ്രൈ പാനിലാണ്. അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഞാൻ മറ്റേ സ്റ്റീൽ കടായിയുടെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വരുന്ന വ്ളോഗിലൊക്കെ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് കുറച്ച് 2 ദിവസം മുമ്പ് ഞാൻ വെജിറ്റബിൾസ് എല്ലാം നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചു, ഒരാഴ്ചത്തേക്കുള്ളത്. വെണ്ടയ്ക്കയൊക്കെ മുഴുവനോടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കേടായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം മെഴുക്ക് പുരട്ടിക്കുള്ള രീതിയിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ബീൻസും അമരപ്പയറും പിന്നെ കുറച്ച് ചോളമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ കുറച്ച് നേരത്തെ തന്നെ ചെയ്ത് വെച്ചതിൻ്റെ കാരണം അപ്പോൾ ഡെയിലി രാവിലെ എഴുന്നേറ്റ് കറികൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അതുമല്ല നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും വേസ്റ്റായി പോകത്തുമില്ല. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലെ പണികളൊക്കെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. എന്നോട് 1-2 പേര് പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, ഒരു മെയ്ഡിനെ വെച്ചോടെ, എന്തിനാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് എല്ലാ പണിയെടുക്കുന്നത്. എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ. കാരണം വീട്ടുജോലിക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും അവർ ഒരു 10 വീടുകളിൽ പോകുന്ന ആൾക്കാരായിരിക്കും ദിവസവും. അതിലൊരു വീട് മാത്രമായിരിക്കും നമ്മുടേത്. നമ്മുടെ വീട് നമ്മൾ വൃത്തിയാക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന പോലെയൊന്നും ഹെൽത്തി ആയിട്ടൊന്നും അവർ ചെയ്യത്തില്ല. വെറുതെ പൈസ കൊടുത്ത് കളയുന്നതിനേക്കാളും ഞാനിപ്പോൾ ഒരു ഹോം മേക്കർ ആണല്ലോ. അപ്പോൾ എനിക്ക് ചെയ്യാവുന്ന ജോലികളേ ഉള്ളൂ എൻ്റെ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പണികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ഞാനത് സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ആരും നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ജോലികൾ ഈസി ആക്കാൻ വേണ്ടിയിട്ട്, വീട്ടുപണികൾ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് ടിപ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ മീൽ പ്രിപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നത് കേട്ടോ. നമ്മളൊരു ചിട്ടയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്തു പോരുമ്പോൾ നമുക്കതൊരു ഭാരമായിട്ട് തോന്നത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഹോം മേക്കിംഗ് ഒക്കെ ഈസി ആക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.